ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. നിലമ്പൂർ വിധി എഴുതുന്നു. വോട്ടെടുപ്പ് ആരംഭിച്ചു. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ്. ഉഭയകക്ഷി വ്യാപാരം വിപുലമാക്കാനും വിശ്വസനീയമായ വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കാനും ഇന്ത്യ ക്രൊയേഷ്യ ധാരണ. ക്രൊയേഷ്യ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിക്ക് മടങ്ങി. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്നും ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ഡൽഹിയിലെത്തി. ഇസ്രയേൽ ഇറാൻ സംഘർഷം പരിഹരിക്കാൻ മധ്യസ്ഥതയ്ക്ക് തയ്യാറെന്ന് റഷ്യ. ഏകീകൃത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ബീഹാറിൽ ഈ മാസം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇ വോട്ടിംഗ് നടപ്പിലാക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. പ്രഥമ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പിന് ചെന്നൈയിൽ തുടക്കം. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കേരളത്തിന് പരാജയം. വാർത്തകൾ വിശദമായി. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടങ്ങി. ബൂത്തുകളിലെല്ലാം വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമാണ്. രാവിലെ 7-ന് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 6 വരെ നീളും. ആകെ 263 പോളിംഗ് സ്റ്റേഷനുകളിലായി 2,32,381 വോട്ടർമാരാണ് ഉള്ളത്. 1,13,613 പുരുഷന്മാരും 1,18,760 സ്ത്രീകളും 8 ട്രാൻസ്ജെൻഡർമാരുമുണ്ട്. നിലമ്പൂർ നഗരസഭയും വഴിക്കടവ്, മൂത്തേടം, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ, കരുളായി, അമരമ്പലം പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് നിയമസഭാ മണ്ഡലം. UDFിലെ ആര്യാടൻ ഷൌക്കത്ത്, LDFിലെ M സ്വരാജ്, NDAയിലെ മോഹൻ ജോർജ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ എന്നിവരടക്കം 10 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. LDF സ്വതന്ത്രനായി വിജയിച്ച PV അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 23-നാണ് വോട്ടെണ്ണൽ. കേരളത്തിലെ നിലമ്പൂരിന് പുറമെ 3 സംസ്ഥാനങ്ങളിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഗുജറാത്തിൽ 2ഉം പശ്ചിമബംഗാൾ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലും ഇന്ന് പോളിംഗ് നടക്കും. തിങ്കളാഴ്ചയാണ് എല്ലായിടത്തും വോട്ടെണ്ണൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൊയേഷ്യ സന്ദർശനം പൂർത്തിയാക്കി ഡൽഹിയിലേക്ക് മടങ്ങി. ക്രൊയേഷ്യൻ പ്രസിഡന്റ് സൊറാൻ മിലാനോവിച്ചുമായും പ്രധാനമന്ത്രി ആന്ദ്രേ പ്ലങ്കോവിച്ചുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണശേഷം ഇന്ത്യയ്ക്ക് നൽകിയ പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി ക്രൊയേഷ്യയ്ക്ക് നന്ദി അറിയിച്ചു. हम सहमत हैं कि आतंकवाद मानवता का दुश्मन है, लोकतंत्र में विश्वास रखने वाली शक्तियों का विरोधी है। 22 अप्रैल को भारत में हुए आतंकी हमले पर संवेदनाओं के लिए हम प्रधानमंत्री जी और क्रोएशिया सरकार के हार्दिक आभारी हैं। ऐसे कठिन समय में हमारे मित्र देशों का साथ हमारे लिए बहुत मूल्यवान था. ഉഭയകക്ഷി വ്യാപാരം വിപുലമാക്കാനും വിശ്വസനീയമായ വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കാനും ഇന്ത്യയും ക്രൊയേഷ്യയും തമ്മിൽ ധാരണയായി. വിശദാംശങ്ങളിലേക്ക്. ഔഷധ നിർമ്മാണം, കൃഷി, വിവരസാങ്കേതികവിദ്യ, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, അർദ്ധചാലകങ്ങൾ എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കും. കപ്പൽ നിർമ്മാണം, സൈബർ സുരക്ഷ, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇന്ത്യ ക്രൊയേഷ്യ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. കാർഷിക, സാംസ്കാരിക മേഖലകളിൽ സംയുക്ത സംരംഭങ്ങൾക്കും ധാരണയായിട്ടുണ്ട്. സാഗ്രീബ് സർവകലാശാലയിൽ ഹിന്ദി ചെയർ സ്ഥാപിക്കും. ഇന്ത്യയെയും ക്രൊയേഷ്യയെയും ബന്ധിപ്പിക്കുന്ന പൊതുവായ മൂല്യങ്ങളാണ് ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത, സമത്വം എന്നിവയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. ക്രൊയേഷ്യയിൽ യോഗയോടുള്ള താൽപര്യം വർദ്ധിക്കുന്നതിൽ പ്രധാനമന്ത്രി സന്തോഷം രേഖപ്പെടുത്തി. ആഗോള സമാധാനം നിലനിർത്തണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും യുദ്ധഭൂമിയിൽ പരിഹാരം കണ്ടെത്താനാകില്ലെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ഉത്തരാഖണ്ഡ് സന്ദർശിക്കും. രാഷ്ട്രപതി നികേതനിൽ തങ്ങുന്ന ശ്രീമതി മുർമു ഡെറാഡൂണിൽ വിവിധ പദ്ധതികളുടെ ശിലാസ്ഥാപനവും ഉദ്ഘാടനവും നിർവഹിക്കും. രാഷ്ട്രപതി നികേതനിലെ ആംഫി തിയേറ്റർ രാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രപതി നികേതനിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശന പരിപാടിയുടെ ഉദ്ഘാടനവും സന്ദർശകർക്കുള്ള സൌകര്യങ്ങൾ, കഫറ്റീരിയ, സുവനീർ ഷോപ്പ് തുടങ്ങിയ പൊതു സൌകര്യ സംവിധാനങ്ങളുടെ ഉദ്ഘാടനവും നാളെ നിർവഹിക്കും. ഏകീകൃത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വിരമിക്കൽ, മരണാനന്തര ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. സർക്കാർ ജീവനക്കാരുടെ ദീർഘനാളത്തെ ആവശ്യമാണിതെന്നും ഇതോടെ വിരമിക്കൽ ആനുകൂല്യങ്ങളിൽ സമത്വം സാധ്യമാകുമെന്നും ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ദേശീയ പെൻഷൻ സംവിധാനത്തിന് കീഴിലുള്ള എല്ലാ വിഭാഗം ജീവനക്കാർക്കും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പുതിയ വ്യവസ്ഥ പ്രതിഫലിപ്പിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
വോട്ടർമാർക്കുള്ള തിരിച്ചറിയൽ കാർഡുകൾ വേഗത്തിൽ വിതരണം ചെയ്യുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ പ്രവർത്തന മാനദണ്ഡം അവതരിപ്പിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോഴും പുതുക്കുമ്പോഴും 15 ദിവസത്തിനുള്ളിൽ പുതിയ കാർഡുകൾ ലഭ്യമാക്കും. കാർഡുകൾ തയ്യാറാക്കുന്നതു മുതൽ കൈമാറുന്നതുവരെയുള്ള ഓരോ ഘട്ടത്തിന്റെയും തത്സമയ നിരീക്ഷണ സംവിധാനം ഉറപ്പാക്കും. ഓരോ ഘട്ടത്തിലും വോട്ടർമാർക്ക് SMS വഴി അറിയിപ്പുകൾ ലഭിക്കും. ആൻഡ്രോയിഡ് അധിഷ്ഠിത മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഇ വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കാൻ ബീഹാർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. വോട്ടിംഗ് പ്രക്രിയയിലെ ഈ നൂതന സംവിധാനം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി ബീഹാർ മാറും. ജൂൺ 28-ന് സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന മുനിസിപ്പൽ നഗരഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളോടെ സംരംഭത്തിന് തുടക്കം കുറിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ദീപക് പ്രസാദ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ DNA പരിശോധനയിലൂടെ ഇതുവരെ 208 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. 173 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയതായി അഹമ്മദാബാദ് സിവിൽ ആശുപത്രി അധികൃതർ അറിയിച്ചു. അപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിത ജി നായരുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇറാനിൽ നിന്നും ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ഡൽഹിയിലെത്തി. വടക്കൻ ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച 110 ഇന്ത്യൻ വിദ്യാർത്ഥികളെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇന്ന് പുലർച്ചെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. യുദ്ധം അയവില്ലാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇറാനിൽ നിന്ന് പൌരന്മാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചത്. ഇറാനിൽ നിന്ന് തിരികെ എത്തിയ ജമ്മു കാശ്മീരിൽ നിന്നുള്ള MBBS വിദ്യാർത്ഥി സെഹ്റാൻ ഭട്ട് ആകാശവാണി വാർത്തകളോട് അനുഭവം പങ്കുവച്ചു. My name is Zehran Bhatt. I am from Jammu and Kashmir. I am really thankful for India. They did really a great job. They evacuated us really quickly and I am feeling so happy on my soil, on my land. Thank you very much. സുഗമമായ ഒഴിപ്പിക്കൽ പ്രക്രിയയ്ക്ക് സൌകര്യമൊരുക്കിയതിന് ഇറാൻ, അർമേനിയ സർക്കാരുകൾക്ക് കേന്ദ്ര സർക്കാർ നന്ദി അറിയിച്ചു. ഇസ്രയേൽ ഇറാൻ സംഘർഷം പരിഹരിക്കാൻ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് റഷ്യ. ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക എന്നീ രാജ്യങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പങ്കുവച്ചതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. റഷ്യയ്ക്ക് ഇറാനുമായും ഇസ്രയേലുമായും ഊഷ്മളമായ ബന്ധമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമായി. ഇറാനിലുടനീളം ഇസ്രയേൽ സൈന്യം വ്യോമാക്രമണം നടത്തി. ഇറാൻ ഇതുവരെ 400-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 1000-ലധികം ഡ്രോണുകളും ഇസ്രയേലിനെതിരെ പ്രയോഗിച്ചു. അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ പരിഹരിക്കാനാകാത്ത പ്രത്യാഘാതങ്ങൾക്കും സമഗ്രമായ യുദ്ധത്തിനും കാരണമാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി മുന്നറിയിപ്പ് നൽകി. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്ര രക്ഷാസമിതി നാളെ ന്യൂയോർക്കിൽ അടിയന്തര യോഗം ചേരും. ചൈന, പാകിസ്ഥാൻ, റഷ്യ എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ ഇറാന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഇത്. ഈ വിഷയത്തിൽ UN രക്ഷാസമിതിയുടെ രണ്ടാമത്തെ അടിയന്തര യോഗമാണിത്. ഫ്രാൻസിൽ നടന്ന ആൻസി അന്താരാഷ്ട്ര അനിമേഷൻ ഫെസ്റ്റിവലിൽ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ച് ഇന്ത്യൻ അനിമേഷൻ ചിത്രം ദേസി ഊൻ. സുരേഷ് എരിയാട്ട് സംവിധാനം ചെയ്ത ചിത്രത്തിന് വേവ്സ് ദൃശ്യ ശ്രാവ്യ ഉച്ചകോടിയിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചിരുന്നു. ചിത്രം കാൻസ് ലയൺസ് 2025ലേക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രഥമ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പിന് ചെന്നൈയിൽ തുടക്കമായി. വനിതാ വിഭാഗത്തിൽ കേരളം എതിരില്ലാത്ത 7 ഗോളിന് കർണാടകത്തോട് പരാജയപ്പെട്ടു. പുരുഷ വിഭാഗത്തിൽ തമിഴ്നാട് കേരളത്തെ 8-0 തോൽപ്പിച്ചു. ഈ മാസം 27-നാണ് ഫൈനൽ മത്സരങ്ങൾ. കേരളത്തിൽ ഇന്നും വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കുട്ടനാട് താലൂക്ക് പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന മേപ്രാൽ ഗവൺമെന്റ് സെന്റ് ജോൺസ് LP സ്കൂളിനും ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. കണ്ണൂർ പയ്യാമ്പലത്ത് നിന്ന് 3 ആഴ്ച മുമ്പ് നായയുടെ കടിയേറ്റ 5 വയസ്സുകാരനെ പേവിഷബാധ ലക്ഷണങ്ങളോടെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തമിഴ്നാട് സ്വദേശികളായ ദമ്പതിമാരുടെ മകനെയാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമ്പൂർ വിധിയെഴുതുന്നു. വോട്ടെടുപ്പ് ആരംഭിച്ചു. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ്. ഉഭയകക്ഷി വ്യാപാരം വിപുലമാക്കാനും വിശ്വസനീയമായ വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കാനും ഇന്ത്യ ക്രൊയേഷ്യ ധാരണ. ക്രൊയേഷ്യ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിക്ക് മടങ്ങി. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്നും ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ഡൽഹിയിലെത്തി. ഇസ്രയേൽ ഇറാൻ സംഘർഷം പരിഹരിക്കാൻ മധ്യസ്ഥതയ്ക്ക് തയ്യാറെന്ന് റഷ്യ. ഏകീകൃത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ബീഹാറിൽ ഈ മാസം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് നടപ്പിലാക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. പ്രഥമ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പിന് ചെന്നൈയിൽ തുടക്കം. പുരുഷ, വനിതാ വിഭാഗങ്ങളിൽ കേരളത്തിന് പരാജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.